എൻ്റെതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കൊപ്പം സഹകരിച്ച് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ കൃത്യമായി പറഞ്ഞ കേരളത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും വിവാദം ഉണ്ടാവും. അത് ആഘോഷിക്കാൻ പാടില്ല, പൂക്കളിടാൻ പാടില്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, പായസം കുടിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എൻ്റെതാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരാളുടെ തെറ്റ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കണം എന്നുള്ളതാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശബരിമല സീസൺ വന്നാൽ രഞ്ജിത്ത് ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമെങ്കിൽ ശബരിമല സീസൺ വരികയും അവിടത്തേക്ക് മാലയിടുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? ഒരു ഹിന്ദു ഭക്ഷണം കഴിക്കുമോ? ഞാൻ കഴിക്കും. സാധാരണ ഒരു മാലയിടൽ ചടങ്ങ് നടത്തിയാൽ കഴിക്കാലോ. അതുവരെ നോൺ വെജ് കഴിച്ചിരുന്നെങ്കിൽ പിന്നെ നോൺ വെജ് കഴിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വെജിറ്റേറിയൻ ഭക്ഷണമാണെങ്കിൽ അത് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതോട് തെറ്റില്ലല്ലോ. അങ്ങനെ കഴിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സാധാരണ കല്യാണങ്ങൾക്കൊന്നും വെജിറ്റേറിയൻ ആണെങ്കിൽ എഴുതപ്പെട്ട നിയമങ്ങളാവില്ല, പക്ഷെ സ്വാഭാവികമായും അങ്ങനെ നടക്കാറില്ല. അങ്ങനെ ഒരാൾ വരുന്നില്ല എന്നതുകൊണ്ട് അയാൾ വർഗീയവാദിയാണെന്നോ അയാൾ എന്നോട് എന്തോ ശത്രുതയുള്ള ആളാണെന്നോ ഞാൻ വിചാരിക്കണോ? വേണ്ടല്ലോ. അയാൾക്ക് എന്തുണ്ട്? അയാളുടെ വിശ്വാസപ്രകാരം. ഇനി അതിന്റെ അപ്പുറത്ത് തന്നെ പോവാം. നമ്മള് ശബരിമല എടുക്കണ്ട. ഒരു നമ്പൂതിരി എൻ്റെ വീട്ടിൽ നോൺ വെജ് വിളമ്പുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, എനിക്ക് അന്ന് വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ അയാളോട് ഞാൻ ശത്രുത കാണിക്കുന്നില്ലല്ലോ. നോൺ വെജ് വിളമ്പുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള വേറെ അർത്ഥമുണ്ട്. നമ്പൂതിരി വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഐറ്റം കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാലോ ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ ആ സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നോൺ വെജ് മാത്രമേ വെക്കൂ. വരുന്നുണ്ടോ വരുന്നില്ലോ എന്നുള്ളതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അങ്ങനെ വരുന്ന ആളെ അല്ലെങ്കിൽ പങ്കെടുക്കാത്ത ഒരാളെ, നമ്മുടെ നാട്ടിൽ കല്യാണം വീട് ഉണ്ടാകുമ്പോൾ വെജിറ്റേറിയൻ ഇറച്ചി മീനൊക്കെ ഉള്ളിടത്ത് ഒരു വെജിറ്റേറിയൻ ഭക്ഷണം വെക്കും. അത് ആ വെജിറ്റേറിയൻ ആയ ആളുകളോട് കാണിക്കുന്ന റെസ്പെക്ട് ആണ്. അതെന്തിനു വേണ്ടിയാണ്? ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നവർ വിട്ടു നിൽക്കരുത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു സദ്യ വിളമ്പുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോയി ഒരു മതപരമായ ഭക്ഷണം കഴിക്കാലോ. ഒരു മതപരമായ ചടങ്ങാണെങ്കിൽ, ഞാൻ മതപരമാണ്, എൻ്റെ മതവിശ്വാസത്തിന് യോജിക്കാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാതിരുന്നൂടെ? അതിൻ്റെ പേരിൽ ഞാൻ വർഗീയവാദിയോ ആവോ? അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം എടുക്കാം. ഭക്ഷണം ഹലാലായ ഭക്ഷണങ്ങൾ കഴിക്കാലോ. പച്ചക്കറി കഴിക്കുന്നതിന് ഹറാമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഹലാലായ ഭക്ഷണം അത് ഓണസദ്യ ആയതുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഈ ഹലാലും ഹറാമും വരുന്നതൊക്കെ വെറും എന്താണ് അറുക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നോൺ വെജുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം മൊയ്തീൻ ഷേഖിൻ്റെ നേർച്ച, മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ നടക്കുന്ന നേർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ പറയാം ഇടിയങ്ങര നേർച്ച. ഇടിയങ്ങര നേർച്ചയുടെ ഒരു ചോറ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കില്ല. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? അതെൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിങ്ങനെ അതേപോലെ എന്ന് പറയുന്നതേ ഇതൊരു ശത്രുതയാണ്. ഞാൻ സൗദി അറേബ്യയിൽ അൽ വല അൽ ബറ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അൽ വല എന്ന് പറയുന്നത് ലവ് ദ ഇസ്ലാം എന്നുള്ളതാണ്. ഈ അൽ ബറ എന്ന് പറയുന്നത് അതൊരു എല്ലാ സമൂഹത്തിനും ഇങ്ങനെ വേറിട്ട് നിൽക്കലാണ്. അവിടെ കൂടിച്ചേരലുകൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വലാഹും ബറാവും ഒക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. അത് നമ്മളിപ്പോൾ സംസാരിച്ചാൽ തീരും എന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ വലാവും ബറാവും ഒന്നല്ല ഇതിലുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഓണം ഒരു മതപരമായ ആഘോഷമാണ് എന്ന് പറയുന്ന ഹിന്ദുക്കളുണ്ട്. ഹിന്ദു സന്യാസിമാരിൽ ഒരുപാട് ആളുകളുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ പിന്നിൽ ഹിന്ദു മതത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്വാമിമാരും സന്യാസിമാരും ഉണ്ട്. അത് മനസ്സിലാക്കുന്ന, അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അയാൾ ഓണസദ്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അയാൾ ആ ഓണത്തിന്റെ പ്രോഗ്രാമുകളിൽ നിന്ന് വിട്ടു നിന്നാൽ അതൊരു വർഗീയതയാണ്, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തതാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. എല്ലായിടത്തുനിന്നും വിട്ടു നിൽക്കലാവുമ്പോൾ നമുക്കൊരു കോമൺ സ്പേസ് വേണ്ടേ എല്ലാവർക്കും? അതല്ലാത്ത നോമ്പുതറകൾ സംഘടിപ്പിക്കുമ്പോൾ നോമ്പെടുക്കാത്ത ആളുകൾ അവിടെ പോയി നോമ്പ് തുറ, ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വിളിക്കുന്ന നോമ്പുതുറകളിൽ പോലും എനിക്ക് തോന്നുന്നു ആളുകൾ പങ്കെടുക്കാറുണ്ടല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കത് ആ വിഷയം ഒന്നുകൂടി ക്ലിയർ ആകാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മമ്പറം നേർച്ച, ഇടിയങ്ങര നേർച്ച, ഈ നേർച്ച സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ഒരു മുജാഹിദ് പ്രവർത്തകൻ കഴിക്കില്ല.
ഒരു സുന്നി ചോദിക്കുകയാണ്, ഒരു സമസ്തക്കാരൻ ചോദിക്കുകയാണ്, നമ്മൾ പിന്നെ ഇപ്പോൾ ഫാസിസ്റ്റുകളൊക്കെ ഇങ്ങനെ നമുക്കെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ ഒന്നായി വരുമ്പോൾ നമുക്കൊരു സ്പേസ് വേണ്ടേ, നമുക്ക് എന്തുകൊണ്ടാണ് നേർച്ചയുടെ ഭക്ഷണം കഴിച്ചുകൂടാത്തത് എന്ന് ചോദിച്ചാൽ അത് വേണ്ടാന്നേ നമ്മൾ പറയുള്ളൂ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ അത് സ്വഹീഹായ ഹദീസാണോന്ന് അറിയില്ല, ഈ ഒരു ജൂത സ്ത്രീയുടെ മൃതശരീരം പോകുമ്പോൾ നബി തിരുമേനി എഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഹദീസിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു റെസ്പെക്റ്റ് ആണല്ലോ മറ്റു മതങ്ങളോടുള്ള. ആ റെസ്പെക്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന് സുന്നത്തിൽ അത് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആ റെസ്പെക്റ്റ് വിശ്വാസത്തെ ബലികഴിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. ആ റെസ്പെക്റ്റ് വേണം. ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ പിന്നെ സ്വഹീഹായ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇപ്പം പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു വിഭാഗമാണ് മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ പ്രവാചകനെ ഏറ്റവും ദ്രോഹിച്ച ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ എന്ന് പറയും. ഇദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ മുസ്ലിമാണ്. ഈ മകൻ പ്രവാചകൻ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകർ എൻ്റെ വാപ്പ മരിച്ചു, അദ്ദേഹത്തെ പൊതിയാൻ, മുസ്ലിമായിട്ടാണ് പരിഗണിക്കുന്നത് കപട വിശ്വാസം, അദ്ദേഹത്തെ പൊതിയാൻ അങ്ങയുടെ ഒരു വസ്ത്രം വേണം നബി എന്ന് പറഞ്ഞു. പ്രവാചകൻ വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, മയ്യിത്ത് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ വിളിക്കുക, ഞാൻ വരാമെന്ന്. അങ്ങനെ പ്രവാചകൻ പോയി മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മുന്നിൽ നിൽക്കാൻ. പിന്നിൽ ഉമറുല്ലാനുണ്ട്, രണ്ടാം ഖലീഫയായിരുന്നു ഉമറുല്ലാൻ. ഉമറുല്ലാന് പ്രവാചകന് മുമ്പിലേക്ക് കയറി നിന്നിട്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, ആർക്കു വേണ്ടി നിങ്ങൾ ഈ നിസ്കരിക്കണത്? കാരണം മുസ്ലിം സമൂഹത്തിന് ഇത്രയേറെ ദ്രോഹം ചെയ്ത ഒരാളില്ല, പ്രവാചകൻ്റെ വ്യക്തിത്വത്തിന് പോലും. അതായത് പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. അയാൾക്ക് വേണ്ടിയാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, കയറി നിന്ന് നിസ്കരിക്കുന്നത്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ചിരിച്ചിട്ട് പറഞ്ഞു, ഉമർ ബാക്കിലേക്ക് നിൽക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ 700 പ്രാവശ്യം പൊറുക്കലിനെ തേടിയാൽ ഇദ്ദേഹത്തിൻ്റെ പാപം പൊറുക്കെങ്കിൽ അത് തേടാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ അത്തരം പരിഗണനകളൊക്കെ നമ്മളുടെ വിശ്വാസത്തെയോ നമ്മളുടെ സംസ്കാരത്തെയോ ബലികഴിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചടങ്ങുകളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ആ ഓണാഘോഷം കഴിഞ്ഞിട്ട് ആ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു പൊതുപരിപാടി, ഒരു റോഡ് നന്നാക്കൽ, നിങ്ങൾ ഇന്ന് ഓണത്തിൻ്റെ വകയിൽ റോഡ് നന്നാക്കാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണം എന്നാരും പറയുന്നല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കപ്പെടുന്നതാണെങ്കിൽ എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ ഒരു സുന്നീൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകുന്നുണ്ട്, അതുപോലെയാണോ ഈ ഇടിയങ്ങര നേർച്ചയുടെ ഭക്ഷണം എന്ന് ചോദിച്ചാൽ അത് രണ്ടും രണ്ടല്ലേ? ഈ ഭക്ഷണത്തിൽ ഈ ഓണത്തിന്റെ ഭക്ഷണത്തിൽ ഞാനത് അല്ല, നിങ്ങൾ ഓണം എന്ന് മാത്രം ഇങ്ങനെ പറയുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് പോകുന്ന. ഈ ഇടിയങ്ങനെ നേർച്ച എടുത്തോളൂ, നിങ്ങൾ രണ്ടും കൂടി പറഞ്ഞോളൂ, രണ്ടും കൂടി പറഞ്ഞോ. ഈ ഓണത്തിൻ്റെതായാലും നേർച്ചയുടേതായാലും അത് കഴിക്കാതിരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ?